രാവിലെ 8 മണിയായി. എല്ലാവരും വണ്ടി തന്നെ നടന്ന് ഉറക്കാണ്. മോനെ എണീക്കടാ. ഐഷ എണീക്കുള്ളൂ. അൺഫോർച്ചുനേറ്റ്ലി ഇന്നലെ ഉറങ്ങാൻ പറ്റിയില്ല. അവിടെ തണുപ്പ് ഭയങ്കര കൂടുതലായിരുന്നു. ഞങ്ങൾക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല, റോഷ്നിക്ക് മാത്രം തണുപ്പ് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. 8 മണി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് റെഡി ആവട്ടെ. ഇവിടെ ഇപ്പോൾ 6 ഡിഗ്രി ആട്ടോ തണുപ്പ്. 6 ഡിഗ്രി ആണെന്ന് പറഞ്ഞാലും ഈ തണുപ്പിന് എന്തെങ്കിലും 6 ഡിഗ്രിയേക്കാൾ കൂടുതൽ തണുപ്പ് നമുക്ക് തോന്നണം. പിന്നെ ഇപ്പോൾ വണ്ടിയിലായിട്ട് നമ്മൾ ഇടയ്ക്ക് ഹീറ്റർ ഇടും, അങ്ങനെ കിടക്കും. പിന്നെ നമ്മൾ ചെറുതായിട്ടൊരു ഇവിടെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ, എയർ പാസ് ചെയ്യാനായിട്ട്. പിന്നെ ഹീറ്റർ ഇപ്പോൾ ഇടില്ല, ജസ്റ്റ് ഒരു ഇടയ്ക്ക് മാത്രമേ ഇടുകയുള്ളൂ. കുറച്ചിടുമ്പോൾ തന്നെ ചൂടാവുമല്ലോ, അപ്പോൾ എന്നിട്ട് പിന്നെ ഓഫ് ചെയ്തിട്ട് ഉറങ്ങുള്ളൂ. പിന്നെ ഇത്തിരി നേരം ഹീറ്റർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 4 പേര് കിടക്കുന്നതുകൊണ്ടും പിന്നെ നമ്മുടെ എല്ലാ സ്ലീപ്പിംഗ് ബാഗും ജാക്കറ്റും എല്ലാം ഇട്ടിട്ട് കിടക്കുന്നതുകൊണ്ട് നമുക്ക് പിന്നെ കുറേ നേരത്തേക്ക് തണുപ്പുണ്ടാവില്ല. വണ്ടിയിൽ കിടക്കാൻ തണുപ്പ് പ്രതിരോധിക്കാൻ ഏറ്റവും നല്ല വഴിയാണ്. പക്ഷേ വണ്ടിയിൽ കിടക്കുമ്പോൾ ശ്രദ്ധിക്കണോട്ടോ. നിങ്ങളായാലും കിടക്കണ്ടെങ്കിലും പല അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാ സേഫ്റ്റിയും നോക്കിയിട്ടേ കിടക്കുള്ളൂ. നമുക്ക് ചില സൗകര്യവും സുഖവും കുറവാണെങ്കിലും സേഫ്റ്റി നോക്കിയിട്ട് വേണം കിടക്കാനായിട്ട്. അപ്പോൾ ഇതുണ്ടല്ലോ, നമ്മൾ എന്ത് സംഭവിക്കും എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും നമുക്കൊരു എയർ സർക്കുലേഷൻ്റെ കാര്യത്തിൽ നമ്മളൊരു ഉറപ്പ് വരുത്തണം. എപ്പോഴും ഇപ്പോൾ AC ഇട്ട് കിടക്കുവാണെങ്കിലും AC ഇട്ട് കിടക്കേണ്ട ആവശ്യം ഇവിടെ വരാറില്ല. നമ്മളിന്നാൾ കിടന്നപ്പോൾ ഹീറ്റർ ഇട്ടില്ലായിരുന്നു. പക്ഷെ അന്നേരം നമ്മളിവിടെ മുകളിൽ സൺറൂഫ് ഇത്തിരി ഒരു പൊടിക്ക് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് കിടന്നുറങ്ങി. കഴിഞ്ഞ ദിവസം നമ്മൾ വണ്ടിയിൽ കിടന്നുറങ്ങിയപ്പോൾ അതുപോലെ ഇന്നിപ്പോൾ നമ്മൾ സൺറൂഫ് ഓപ്പൺ ചെയ്തില്ല. പകരം ഈ മിറർ ഇത്രയായിട്ട് നമുക്ക് താത്തി വയ്ക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ താത്തിയിട്ട് കുറേശ്ശെ പൊക്കി ഒരു പ്രാവശ്യം നമുക്ക് ചെറിയൊരു പോയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ. അപ്പോൾ ഇത്രയും ഗ്യാപ്പിൽ വെച്ചിട്ടാണ് ഒന്ന് ഉറങ്ങിയത്. അപ്പോൾ ഒരു എയർ സർക്കുലേഷൻ ഉണ്ടാവില്ല. സമയം 8 മണിയായി. ഇത്രയും സമയം അറിഞ്ഞില്ല. നമ്മുടെ ടെൻറ്റ് അവിടെ ഇരിക്കുന്നുണ്ട്. നമ്മൾ വണ്ടി എടുത്ത് കുറച്ചിങ്ങോട്ട് പോകുന്നു കേട്ടോ. അതായത് ഇതിൻ്റെ ഫ്രണ്ട് ഏരിയയിലേക്ക് പോകുന്നു. ഫ്രണ്ട് ഏരിയയിലേക്കാണ് ഇതുപോലെ RVs ഒക്കെ പാർക്ക് ചെയ്യുന്നത്. ഈ കിടക്കുന്നതൊക്കെയാണ് RVs. അപ്പോൾ ഇതിൻ്റെ ഏരിയ നല്ല അടിപൊളിയാണ്. പിന്നെ അതൊരു കോട്ടേജ് പോലെയുണ്ട്. അതിൻ്റെ റേറ്റ് നമ്മൾ ചോദിച്ചിട്ടില്ല. ഇതൊന്നും നമുക്ക് രാത്രി വരുമ്പോൾ കാണാൻ പറ്റില്ലായിരുന്നു. തന്നെയല്ല അതിനൊക്കെ നല്ല റേറ്റ് ഉണ്ടാകും. നമ്മളത് ഒന്നും ബുക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. അവിടെയും ഒരു കോട്ടേജ് കാണുന്നുണ്ട്. പിന്നെ ഇത് ഓഫീസിൻ്റെ ബാക്ക് സൈഡിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്നതൊക്കെ RVs പാർക്ക് ചെയ്തേക്കുന്നു. അതിൻ്റെ അപ്പുറം പിന്നെ അവിടെ നമ്മുടെ ടെൻറ്റിലേക്ക് അതിലെ പോയിട്ട് അങ്ങനെ എൻഡിൽ പോകണം. അതിൻ്റെ ബാക്കിൽ ഫോറസ്റ്റാണ്. ഏറ്റവും ലാസ്റ്റായിരുന്നു നമ്മുടെ ടെൻറ്റ്. അത് ഇത്തിരി സ്കെയറി ആയിരുന്നു കേട്ടോ. ഇവിടെ ലോണ്ട്രി ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഇൻഫർമേഷനൊക്കെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ സൈഡിലാണ് ബാത്റൂം. മെന്നിൻ്റെ ബാത്റൂമിൻ്റെ പാസ്വേഡ് നമ്മൾ അടിച്ചിട്ട് നമുക്ക് അകത്തേക്ക് കയറണം. ഈ കയറി കഴിഞ്ഞാൽ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. നമ്മളിപ്പോൾ പല്ലിലേക്ക് മുഖം കഴിവൊക്കെ ചെയ്തു. ഇത് കുളിക്കാനുള്ള സ്ഥലം 1, 2, 3 ഉണ്ട്. പിന്നെ 2 ടോയ്ലറ്റ്. അങ്ങനെ അത്യാവശ്യം സൗകര്യമുണ്ട്. തിരക്കൊന്നുമില്ല ഇവിടെ. പിന്നെ ഇനിയിപ്പോൾ ഫ്രണ്ടിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇതാണ് മുൻവശത്തെ കാഴ്ച. നമ്മൾ ഇന്നലെ അവിടെ വന്നിട്ടാണ് രജിസ്ട്രേഷൻ എല്ലാം നടത്തിയത്. ഇതാണ് നമ്മുടെ KOയുടെ ഫ്രണ്ട്. ഓഫീസും കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെ. പിന്നെ അതിൻ്റെ അകത്തൊരു സ്റ്റോറുണ്ട് കേട്ടോ. നമ്മളന്ന് കണ്ട പോലെ ഒരു സ്റ്റോറും അതിൻ്റെ അകത്തുണ്ട്. പല്ലൊക്കെ തേച്ചു ഫ്രഷായി. അമേരിക്കയിലാണെങ്കിലും ഇവിടെ കോസ്റ്റ് കുറയ്ക്കാനും അതുപോലെ തന്നെ ഈ മഴയത്തും വെയിലത്തും ഒക്കെ നിൽക്കാനൊക്കെ ആയിട്ടും ഇവർ യൂസ് ചെയ്യുന്ന ചെയർ കണ്ടില്ലേ. ഇതിപ്പോൾ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനുള്ള ചെയറും ടേബിളും കൂടെ കൂടിയിട്ടാണ്. മരത്തിൻ്റെ ഇരിക്കുന്ന കസേരയും അതുപോലെ തന്നെ ടേബിളും കൂടി ഒരൊറ്റ ഫ്രെയിമിൽ തീർത്തേക്കുന്ന കണ്ടില്ലേ. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് നിരവധി കാണാൻ പറ്റും. ഇവിടെ ഈ പറഞ്ഞ അമേരിക്കയിലാണെന്ന് വിചാരിച്ചിട്ട് പല സ്ഥലത്തും നമുക്ക് റേറ്റ് കുറച്ച് അവർ ഒരുപാട് കാലം നിൽക്കുന്ന രീതിയിലുള്ള സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. കയറിയില്ലേ? എല്ലാവരും കയറിയില്ലേ? നമ്മൾ ബാത്റൂമിൻ്റെ അങ്ങോട്ടേക്ക് വന്നത് കാറിലാട്ടോ. ഇച്ചിരി നടക്കാനുള്ളൂ. പക്ഷെ തണുപ്പായതുകൊണ്ട് നമ്മൾ കാറെടുത്ത് വന്നു. അപ്പോൾ ഇവിടെ
അവിടെ നിന്ന് കഴിഞ്ഞ് നമുക്ക് ടെൻറ്റിൻ്റെ അങ്ങോട്ടേക്ക് പോവാം. ടെൻറ്റിൻ്റെ കോമ്പൗണ്ട് ഒന്ന് കാണുകയും ചെയ്യാമല്ലോ. അടിപൊളിയാണ്, കാണാനൊക്കെ അടിപൊളിയാണ്. പക്ഷെ രാത്രി വരുമ്പോഴാണ് ഒരു ഭീതികരം അല്ലേ കാര്യങ്ങൾ. ഉണ്ടല്ലേ കാറിൽ വന്നിട്ട് വീട് പോലത്തെ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് നല്ല അടിപൊളി ഏരിയ എല്ലാം കഴിഞ്ഞ് നമ്മൾ മാത്രം ദേ ഈ മതിയായ കാട്ടിലാട്ടോ. കാണാൻ നല്ല ഭംഗിയാണ്. പകല് ഒന്ന് ക്യാമ്പ് ചെയ്യാൻ അടിപൊളി, രാത്രി ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. ആകെ ഇതാണ് നമ്മുടെ ക്യാമ്പിങ് ഏരിയ. ആകെ ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്. ഇതൊരു ഓഫീസിൻ്റെ എന്തോ സംഭവമാണെന്ന് സംശയമില്ല. സ്റ്റാഫ് ഉള്ളിൽ എഴുതിയിട്ടുണ്ടോ. പിന്നെ അവിടെ ഒരു റെസ്റ്റ് റൂം ഉണ്ട്, അത് വർക്ക് ചെയ്യുന്നില്ല. നമ്മുടെ ടെൻറ്റാണ് അങ്ങേറ്റത്ത് കാണുന്നത്. ഈ കാണുന്നതൊക്കെ ഓരോ ക്യാമ്പ് സൈറ്റുകളാണ്. പിന്നെ ഇവിടെ അങ്ങോട്ടൊരു വഴിയുണ്ട്, അത് അങ്ങോട്ടുള്ള വഴി ഒന്ന് ജസ്റ്റ് പോയി നോക്കിയിട്ട് വരാം. അപ്പോൾ അവിടെയും ഒരു 701 എന്ന് പറഞ്ഞ ക്യാമ്പൊക്കെ അവിടെ കേട്ടോ. നമ്മളപ്പോൾ ഇവിടെ വല്ലതും എടുത്തറിഞ്ഞെങ്കിലോ. പൊന്നെ ഇത് 701 ഇതാ ഇവിടെ പൊളിഞ്ഞു കിടക്കും. അത് കീപ്പ് ഔട്ട്, അങ്ങോട്ടേക്ക് പോകാൻ പാടില്ല. ഇത് അവിടെ കണ്ടാൽ ഇതൊരു ക്യാമ്പ് ഇങ്ങനെ ഉണ്ടാ. ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഫാർ ബെറ്ററാ. നമ്മളാ മാപ്പ് നോക്കിയിട്ടാണ് നമ്മൾ എടുത്തത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കേവയിൽ പോയി കഴിഞ്ഞപ്പോൾ അവരുടെ മാപ്പ് നോക്കാണ്ട് എടുത്തായിരുന്നു. പക്ഷെ എന്നാലും അത് ഭയങ്കര സേഫ് പ്ലേസ് ആയിരുന്നു. കംപ്ലീറ്റ് കോമ്പൗണ്ട് വാളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ കോമ്പൗണ്ട് വാൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല, അത് ഡെസേർട്ട് ഏരിയയിലുള്ള ക്യാമ്പ് ഗ്രൗണ്ട് ആണല്ലോ. ഇത് ഫോറസ്റ്റിൻ്റെ നടുക്കുള്ള ക്യാമ്പ് ഗ്രൗണ്ടാണ്. പിന്നെ വേറെ കാര്യം കിട്ടാം, ഈ ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോഴാണ് നമുക്കിങ്ങനെ ഇത്തിരി ഒരു ടെൻഷനൊക്കെ ഉണ്ടാവുള്ളൂ. ബാച്ചിലേഴ്സൊക്കെ ആയിട്ട് വരണമെങ്കിൽ നമുക്ക് അങ്ങനെ വേറെ വലിയ കുഴപ്പമൊന്നുമില്ല, നമുക്ക് എൻജോയ് ചെയ്യാം. പിന്നെ ആദ്യമായിട്ട് വരുന്നവർക്ക് നമുക്ക് ഇത്തിരി പേടി തോന്നും. ഇതല്ലേ, ഇത് ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ അമ്പലങ്ങളുടെയൊക്കെ സൈഡിലൊക്കെ നിൽക്കുന്ന പോലത്തെ കാടായത്. ഫോറസ്റ്റിലൊക്കെ ഉള്ള ഒരു ഇതുപോലെ ഉണ്ടല്ലേ. ഇവിടുത്തെ ക്യാമ്പ് ഗ്രൗണ്ടാണ്. ഇവിടുത്തേതാണ് പൊളിഞ്ഞു കിടക്കുന്നത്. ആനയൊന്നുമില്ല ഒന്ന് കുത്തിമറിച്ചിടാൻ. ഇവിടെ വന്ന ആൾക്കാർ കുത്തിമറിച്ചിട്ടേക്കനെയാണോ അതേപോലെ കരടിയും വന്ന് പൊളിച്ചിട്ടാണോ എന്താണെന്നറിയില്ല. നമ്മുടെ ക്യാമ്പ് ഗ്രൗണ്ട് ഇതാ കാണുന്നു. ഓ എന്ത് രസം ഇവിടുന്ന് കാണുമ്പോൾ. എന്നാലും നമ്മൾ അനുഭവിച്ച അനുഭവം. ഇനി ഇതിങ്ങനെ കാണുമ്പോൾ ആലപ്പുഴയിലൊക്കെ ഉള്ള റിസോർട്ടിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പോലെ തോന്നുന്നത്. ഇനി ഡ്രസ്സൊക്കെ മാറി അടിപൊളിയല്ലേ, കുളിച്ച് ഫ്രഷായി എല്ലാവരും റെഡി ആയിട്ടോ. അങ്ങോട്ടേക്ക് കാറ് കയറ്റാൻ പറ്റുള്ളൂ. 605 ഇവിടെ ആട്ടോ. 605 ക്യാമ്പ് ഗ്രൗണ്ട് ഇതായി ഈ കാണുന്നതാണ്. ഇവിടെ കുറച്ചുകൂടി ഒരു വെളിച്ചമൊക്കെ ഉണ്ട്. പ്ലെയിൻ ആയിട്ടുള്ള. പക്ഷെ രാത്രി വരുമ്പോൾ ഇവിടെ കൂരിരുട്ടും അതുപോലെ തന്നെ എന്താ ഇങ്ങോട്ടൊന്നും ഒന്നും ഉള്ള പോലെ തോന്നുന്നില്ല. അതായത് ഈ കാടൊക്കെയാണ് നമ്മൾ രാത്രി വരുമ്പോൾ കാണുന്നത്. പകല് നമ്മൾ വന്നിട്ട് രാത്രി സ്റ്റേ ചെയ്തെങ്കിൽ നമുക്ക് പിന്നെയും കുറച്ചുകൂടി ഒരു ധൈര്യം കിട്ടേനെ. ഇത് നമ്മൾ രാത്രി ഡയറക്റ്റ് വന്നിട്ട് നമുക്ക് ഭയങ്കര ഒരു ടെൻഷനായിപ്പോയി ശരിക്കും പറഞ്ഞു. റോഷനിയോടെ വെയിൽ വെള്ളം പോയിക്കുന്ന കേട്ടാ. റോഷനി പുറത്തിറങ്ങിയെന്ന് നമ്മളെ കൊതിപ്പിക്കാണ്ട ഭയങ്കര ഒരു ഇതായിട്ട് ആംബിയൻസ് ആയിട്ട് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഇറങ്ങാൻ തോന്നുന്നു. ശരിക്കും നമ്മുടെ ക്യാമ്പ് ഗ്രൗണ്ടിൻ്റെ അവിടെ ഇടാൻ ധരിച്ചിരിക്കുമായിരുന്നു. ഭക്ഷണം ഉണ്ടാക്കില്ല, ഇവിടെ നിന്നാ മതിയാ. പ്ലേ ഗ്രൗണ്ട് കണ്ടപ്പോ പ്ലേ ഗ്രൗണ്ട് കണ്ടപ്പോ സ്കൂളിൽ പോകാത്ത ടീമുകൾ പ്ലേ ഗ്രൗണ്ട് കണ്ടപ്പോ പൊളിക്കാൻ പോണ്. എന്താ അടിപൊളിയുള്ള സ്ഥലമാണ് അല്ലേ. സ്ഥലം ഒരു തീറാട്ടോ, ഒരു രക്ഷയില്ല. നമ്മുടെ വണ്ടി ഒരു പൊളി വണ്ടിയാട്ടോ. എനിക്ക് ആദ്യം ഈ പറഞ്ഞ പോലെ ഈ റോഷനിക്കും കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമെങ്കിലും നമുക്കൊരു വണ്ടി എന്നുള്ള നിലയ്ക്ക് മാത്രമേ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിൻ്റെ ഇൻറ്റീരിയറൊക്കെ കണ്ട് ഇഷ്ടമായെങ്കിലും മനസ്സുകൊണ്ട് എന്തോ ഒരു
പൂർണ്ണ തൃപ്തിയായിരുന്നില്ല. ഈ ഒരു ട്രിപ്പിൽ ഈ വണ്ടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇനി നമ്മളൊരു വണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു CN എടുക്കണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ഇപ്പോൾ ഈ വണ്ടി ഓടിച്ചോടുകൂടി ഇനി CN എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം നമുക്കില്ല. CN ഒന്നും പെട്ടെന്ന് എടുക്കൽ നടക്കില്ല, പക്ഷെ എന്നാലും നമുക്ക് എന്താ പറയുക, ഒരു ആഗ്രഹം നമുക്കത് എടുക്കണം എന്നായിരുന്നു. ഇത് നമുക്ക് റേറ്റ് കുറച്ച് നോക്കിയിട്ട് നമ്മൾ പോയി എടുത്തതല്ല പെട്ടെന്ന് ഈ വണ്ടി. അപ്പോൾ നമുക്ക് ഈ വണ്ടി നമുക്ക് ആ ഒരു ബഡ്ജറ്റിൽ കിട്ടി, പിന്നെ നമുക്ക് ലോൺ കിട്ടി, അങ്ങനെയൊക്കെ വന്നിട്ടാണ് നമ്മൾ ഈ വണ്ടി സെലക്ട് ചെയ്തത്. പിന്നെ വണ്ടിയുടെ ഫീച്ചേഴ്സ് നമുക്ക് ഇഷ്ടമായി. പക്ഷെ മനസ്സുകൊണ്ട് എന്തോ നമ്മുടെ മനസ്സിലില്ലാത്തൊരു വണ്ടി പെട്ടെന്ന് എടുക്കുമ്പോഴുള്ളൊരു അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. പക്ഷെ ഇപ്പം നമുക്ക് ഈ ഒരു ട്രിപ്പിലുണ്ടല്ലോ വണ്ടിക്ക് ഒരു കുലുക്കോ ഇല്ല, നല്ല സുഖമാണ്. വണ്ടിക്ക് ഭയങ്കര വെയിറ്റും ഒരു പവറും മൈലേജിൻ്റെ കാര്യം കൂടി വന്നപ്പോൾ ഭയങ്കര സന്തോഷമായി. 25.3 വരെ നമുക്ക് അതിൽ കാണിച്ചു നമ്മുടെ ഡ്രൈവിങ്ങിൽ. നമ്മൾ സ്പെഷ്യലായിട്ട് വേറെ എന്തെങ്കിലും ഭയങ്കരമായിട്ട് സൂക്ഷിച്ചോ ഓടിക്കോ അങ്ങനെ ഒന്നും ചെയ്തില്ല. പക്ഷേ അല്ലാതെ തന്നെ വണ്ടിക്ക് നല്ല അടിപൊളി മൈലേജ് കാണിച്ചു. ഭയങ്കര സന്തോഷമായിപ്പോയി. നാട്ടിലാണെങ്കിൽ നമുക്ക് മൈലേജ് കിട്ടാൻ വേണ്ടി നമ്മൾ ഒരുപാട് കിണഞ്ഞ് പരിശ്രമിക്കും. അങ്ങനെ ഒന്നും ചെയ്യേണ്ടി വന്നില്ല. ജസ്റ്റ് റോട്ടിൽ കൂടെ ഓടിച്ച് പോന്നു. അങ്ങനെ ഓടിക്കുമ്പോൾ തന്നെ അത്രയും മൈലേജ് കിട്ടി. അപ്പോൾ ആ ഒരു മൈലേജിൽ ഒരു സെക്കൻഡ് നമ്മൾ അത്രയും മൈലേജ് കിട്ടിയപ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പി ആയി പോയിട്ടോ. പിന്നെ നമുക്ക് നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടല്ലോ. ആദ്യമൊക്കെ നമുക്ക് ടൂർ പോകുമ്പോൾ ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് ഇത്തിരി പേടിയാവുമായിരുന്നു. ഇതിന് നമുക്ക് നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം. 4 വീൽ ഡ്രൈവ് അല്ല, പക്ഷേ നല്ല കംഫർട്ടാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഫോർഡിൻ്റെ വണ്ടി എടുക്കുകയുള്ളൂ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇതിൻ്റെ 2010 മോഡലാണ്, 13 വർഷം പഴക്കമുണ്ട്. പക്ഷേ അതിൻ്റെ ഓരോ ഫീച്ചേഴ്സും ഒക്കെ ഉണ്ടല്ലോ എത്ര അപ്ഡേറ്റഡ് ആണെന്നറിയാം. 2010 വണ്ടിക്ക് ഇത്രയും ഫീച്ചേഴ്സുള്ള കാണുമ്പോൾ എന്നെ സംബന്ധിച്ച് ഭയങ്കര അത്ഭുതമാണ് കേട്ടോ. അപ്പം നമുക്ക് ഇനിയിപ്പോൾ എടുക്കുകയാണെങ്കിൽ ഫോർഡിൻ്റെ വണ്ടി ഏതെങ്കിലും നമുക്ക് എടുക്കണം എന്നാണ് ഒരാഗ്രഹം. ഫോർഡ് നമ്മളെ ഞെട്ടിച്ച് കളഞ്ഞു. ഇനി പറഞ്ഞു കുറേ നേരമായി ഐഷ വിളിക്കണു. എന്താണ് ഐഷക്കുട്ടി? എന്താ മലയാളത്തിൽ പറ, ഇംഗ്ലീഷൊന്നും വായിക്കാനും മനസ്സിലാവില്ല. ഛർദിക്കാൻ പറ്റുണ്ടോ? എന്താ ഇറക്കിയോ? മോന് ടൂത്ത് പേസ്റ്റ് ഇത്തിരി ഇറങ്ങിപ്പോയിന്ന്. അപ്പോൾ അവനക്ക് വൊമിറ്റ് ചെയ്യാൻ വരണ്ടെന്ന് പറയണം. ചോടാ സാരമില്ല, അപ്പിച്ചിരി ഉമ്മര അപ്പം ശരിയായിക്കോളൂ. ഓക്കെ ഡോണ്ട് വറി. മുടിയൊക്കെ വെട്ടി നല്ല സുന്ദര കുട്ടപ്പനായിട്ടായിരിക്കണേ. ഇനി നമുക്ക് എപ്പോഴും ഇങ്ങനെ മുടി വെട്ടായിട്ടോടാ. അപ്പച്ചി ഭയങ്കര ഇഷ്ടമായി ഇങ്ങനത്തെ മുടി വെട്ടുന്നത്. ഐഷയുടെ നമുക്ക് ഹെയർ മൊട്ടയടിച്ചാലോ? ഇത് ഭയങ്കര കുസൃതി. ഇത് പിടിച്ചോളെ. ഓ ഇന്ന് കളിക്കാൻ ഭയങ്കര രസമല്ലേ അല്ലേ? ഇന്ന് കളിക്കാൻ കുറച്ചുകൂടി രസം കൂടുതൽ. എന്താണെന്നറിയാമോ? സ്കൂളിൽ പോകാത്തോണ്ട്. ഇന്ന് സ്കൂളിൽ പോകാത്തോണ്ട് കളിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റാ. കിച്ചൺ സെറ്റപ്പ് ചെയ്ത് തരണം. ഇതാരാ? ഹായ് മാഡം, ഹൗ ആർ യു? Where are you from? ആണോ? Where are you from? I'm from LA. Oh yeah? Nice to meet you. Nice to meet you. Have a good day. Good day. Okay, come on. So what is your menu today? Today in the morning you'll have some parathas and chicken curry. Okay. Yeah, afternoon I'm planning to make either fried rice, veg fried rice. Okay. Let's see. Come on. Yeah. Let's go. Or do I need to come or you can go? Huh? I have to go? So you guys can play here. No worries. I want to play the ball. ബോളോ? ആ ബോൾ കളിക്കണം. സോ വാപ്പിച്ചി ഉമ്മിച്ചിനെ ഒന്ന് സെറ്റാക്കിയിട്ട് ഐ വിൽ കം ബാക്ക്. ഓക്കെ. ഇത് നോക്കിയാൽ ഇവിടുത്തെ ഒരു ബൗണ്ടറി തിരിച്ചേക്കണുണ്ടോ? ഇവിടെ എല്ലാം വുഡ് കൊണ്ടുള്ള പരിപാടി കേട്ടോ. മരം ഇങ്ങനെ പീസാക്കിയിട്ട് ഇവിടെ ആണി അടിച്ച് വെച്ചേക്കുക. ഇങ്ങനെ ഒരു ഐഡിയ ഒക്കെ നമുക്ക് തോന്നില്ല കേട്ടോ. ഇവരുടെ കൊച്ചു ഐഡിയകളുണ്ടല്ലോ. ഈ കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഗ്രൗണ്ടിൽ നമുക്ക് ജന്മത്തെ നമ്മളിങ്ങനെ വിചാരിക്കുമോ, മരം കട്ട് ചെയ്ത് ഇങ്ങനെയാക്കി വെച്ച് കളറും അടിച്ച് നീല, റെഡ്, പച്ച
മഞ്ഞ അങ്ങനെ ഇതാക്കി ഇത് ആ പുല്ലിൻ്റെ അവിടെ നിന്ന് സെപ്പറേറ്റ് ആക്കിയിട്ട് ഇവിടെ ഇതും വുഡിൻ്റെ പീസുകളാണ്. അപ്പോൾ ആ വുഡിൻ്റെ പീസുകൾ ഇട്ടിട്ട് വുഡ് കൊണ്ടാണ് ഇവിടുത്തെ കളി മുഴുവൻ. ഇനി കളിക്കാനുള്ള പിള്ളേരുടെ ഈ സംഭവം നോക്കാം. ഇത് വുഡ്, പിള്ളേർക്ക് കയറി കളിക്കാനും അതൊക്കെ ഇട്ട്. ഈ സംഭവം വുഡ്, ഇത് വുഡ്, ഇതിൻ്റെ പില്ലർ വുഡ്. ഈ സാധനം മാത്രമാണ് പ്ലാസ്റ്റിക് ഉള്ളൂ. അപ്പോൾ ഈ ഒരു സാധനം മേടിച്ച് വെച്ച് ഇതിൻ്റെ പ്ലാറ്റ്ഫോം ഇത് കംപ്ലീറ്റ് ഇത് വുഡാണെന്ന് സംശയമുണ്ട് കേട്ടോ. അത് വേറെ എന്തോ നമ്മൾ വാങ്ങുന്ന മെറ്റീരിയൽ പോലെ ഇരിക്കണം വുഡാണെങ്കിലും. ഇത് അവിടെ ഉണ്ടടി ഒരു വണ്ടി കിടപ്പുണ്ട്. ഇത് ഇവരുടെ തന്നെയാണോ അത് വേറെയാണോ? ഞാൻ ഇന്നലെ രാത്രി നമ്മൾ അവിടെ ഒരു വൈറ്റ് ഇത് കണ്ടായിരുന്നു റോഷ്നി. അവിടെ ഒരു വണ്ടി ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. അത് ഇവരുടെ ആണെന്ന് എനിക്കറിയില്ല കേട്ടോ. അവിടെ ഒരു വണ്ടി ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. 9:30 അതാ ഓടിക്കുക. റൺ ചെയ്താ നിനക്ക് സ്പീഡുണ്ടോ കേട്ടെ? റൺ ചെയ്യാ പിടിക്കടി. കാറ് നമുക്ക് അങ്ങോട്ട് കൊണ്ടുവിടാം. കാരണം വണ്ടിയിലാണ് എല്ലാ സാധനങ്ങളും ഇരിക്കുന്നത്. ഐഷ വണ്ടിയിൽ ഇരിക്കുമ്പോഴൊക്കെ പടം വരച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവള് ഫുൾ പാക്ഡായിട്ടേ വരുള്ളൂ. പുള്ളിക്കാരി വണ്ടിയിൽ വണ്ടി കിടക്കണം. നോക്കി 9:30. അപ്പോൾ 11 മണി വരെ ഉള്ളൂ. അതിന് മുമ്പ് നമുക്ക് കുക്ക് ചെയ്ത എല്ലാ പരിപാടികളും കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് നമുക്ക് ഇവിടുന്ന് പോകണം. നമ്മൾ ഓടിയപ്പോൾ തന്നെ നമുക്ക് ആ തണുപ്പ് മാറിയല്ലേ? ശരിക്കും നമ്മൾ ഒരു ആക്ടിവിറ്റിയും കൂടെ ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് സാധനങ്ങളെല്ലാം എടുക്കാം അല്ലേ? നിനക്ക് എന്തൊക്കെയാ വേണ്ടേ? ഓ, മീനുണ്ടോ പിരിക്കാൻ? അതെ. എന്നാ ഇവിടെ നമുക്ക് ഇന്ന് ഇപ്പൊ എന്താ ഉണ്ടാക്കണേ? ഇന്നലെ രാത്രി പിള്ളേര് പൊറോട്ട അല്ലേ കഴിച്ചത്? ഇന്നലെ രാത്രി അന്ന് എനിക്ക് വേണ്ടി എല്ലാം ചെയ്ത് ഇത് എടുക്കണം അല്ലേ? ഓക്കെ, ഇത് ഇന്നലെ രാത്രി ഉണ്ടല്ലോ ഈ ക്യാമ്പ് സൈറ്റിൽ നമ്മൾ ഫുഡൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം എടുത്ത് നമ്മൾ കാറിനകത്തേക്ക് വെച്ചിരുന്നുണ്ടോ. കാരണം ഈ ഫുഡിൻ്റെ സ്മെല്ല് വന്ന ബെയർ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം എടുത്ത് ജസ്റ്റ് വണ്ടിയിലേക്ക് അങ്ങ് എടുത്ത് വെച്ചിട്ട് നമ്മൾ ടെൻറ്റിൽ കിടന്നത്. രണ്ടുപേരും ചെറുതായിട്ട് അവിടെ പോയി കളിച്ച് വഴക്കൂടിയിട്ട് വന്ന് നിൽക്കുക. സാരമില്ല. ഐഷ ബോളിട്ട് കളിച്ചപ്പോൾ ഇക്കാക്കയുടെ മുഖത്ത് കൊണ്ടു. അപ്പോൾ ഇക്കാക്ക ഷൂ വെച്ചിട്ട് ഐഷയ്ക്ക് ഒരു കിക്ക് കൊടുത്തു. രണ്ടുപേരും ക്ഷമിക്കുക. രണ്ടുപേരും സോറി പറഞ്ഞൊന്ന് ഹഗ് ചെയ്ത്. രണ്ടുപേരും സോറി പറ. മോൻ്റെ സോറി പറഞ്ഞു. മോനല്ലേ കിക്ക് ചെയ്ത പർപ്പസ്ഫുള്ളി. ഒരു മുടക്ക്. അത് സോറി പറ. അന്ന് കെട്ടിപ്പിടിക്കുക, ഹഗ് ചെയ്യ. ഇത് കോഴി കൊത്താൻ നിൽക്കണവരല്ലേ. ഇവിടെ എന്താ ഭയങ്കര അടിപൊളി മണം വരുന്നത്. വാവ് ഗൈസ്, എൻ്റെ പൊന്ന് ചിക്കൻ ഫ്രൈ. ഇതാ ഫിഷാണത്. അങ്ങനെയാണ്. സോറി ഇനി സോറി പറഞ്ഞു, കോംപ്രമൈസ് ആയി. ഫിഷാണിത്. വാവ്, ഈ കാട്ടിലിങ്ങനെ ഫിഷൊക്കെ ഫ്രൈ ആവണ കാണാനും എന്താ ഇതിൻ്റെ സ്മെല്ലും ആ സൗണ്ടൊക്കെ അടിപൊളി കേട്ടോ. ആ ഫ്രീസർ എടുത്തുതരാം. ഫ്രീസർ എന്ത് സാധനം വേണമെങ്കിലും എടുത്തുതരും. ഓക്കെ, വെള്ളം എടുത്തുതരണം. ഇതാണ്ട് ഒരു വേറെ വാട്ടർ ബോട്ടിലുണ്ടോ, വാട്ടറുണ്ടോ നമ്മൾ വാങ്ങുന്നതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ പാല് വാങ്ങുന്ന കുപ്പി പോലെ ഇരിക്കുന്നത്. ഇതിന് $1.5 നമുക്ക് കുക്ക് ചെയ്യാനൊക്കെ ഉപയോഗിക്കാം. നമുക്ക് ഇപ്രാവശ്യം നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പെട്ടെന്ന് ഇറങ്ങിയോണ്ട് മറ്റേ നമ്മുടെ വലിയ ടാങ്കിൽ വെള്ളം നിറച്ചുകൊണ്ട് വരാൻ പറ്റില്ല. കാരണം അതിൽ നിറയ്ക്കുമ്പോൾ നമുക്ക് വാട്ടർ പ്യൂരിഫൈ ചെയ്ത് വേണം കൊണ്ടുവരാനായിട്ട്. അപ്പോൾ പ്യൂരിഫൈ ചെയ്യാൻ ഒരുപാട് സമയം എടുക്കും. നമ്മളത് ലാസ്റ്റ് മൊമെൻറ്റിൽ ഓർത്തത്. അപ്പോൾ നമുക്ക് വെള്ളം കൊണ്ടുവരാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഈ വെള്ളം പിന്നെ ബോട്ടിലായിട്ടുള്ള വെള്ളം വാങ്ങുക ചെയ്ത്. ഗൈസ്, എനിക്ക് വിശക്കുവാണ്, ഭയങ്കര വിശപ്പ്. കാരണം ഇന്നലെ രാത്രി ഞാനൊന്നും കഴിച്ചിട്ടില്ല. എനിക്ക് സ്മെല്ലോടെ കേട്ടിട്ട് ഇപ്പം തന്നെ കഴിക്കാൻ തോന്നുന്നു. ഈ ഒരു പണിയെ ഓരോ ചുടുന്ന അപ്പം എനിക്ക് കേട്ടോ ആദ്യം. നിങ്ങളൊക്കെ ലാസ്റ്റ് കഴിച്ചാൽ മതി. അത് മതി. നിങ്ങൾ ഇന്നലെ രാത്രി പൊറോട്ടയും ചിക്കൻ കറിയും കഴിച്ചല്ലേ?
പറ്റൂട്ടോ. ഈ ഫ്രൈ ഒക്കെ നല്ല അടിപൊളി കളറായിട്ടോ. വഴക്കൊക്കെ മാറി വീണ്ടും പോയി തുടങ്ങിട്ടോ. ഞങ്ങളും പെങ്ങളും കൂടി കളിക്കാൻ പോയിക്കൊണ്ടിരിക്കുക. ഐഷ അവിടെ ഒരു ബോൾ കിടപ്പുണ്ട്, അതെടുത്ത് ആ കാണുന്ന ബോൾ എടുത്ത് കറക്കി ഇപ്പം മോൻ്റെ മുഖത്ത് കൊണ്ടു. അപ്പോൾ ഇവൻ എന്നെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഷൂ വെച്ചിട്ട് ഒരു ചവിട്ട് കൊടുത്തു. അവന് ഭയങ്കരമായിട്ടൊന്നും ചവിട്ടി കാണില്ല, എന്നാലും ആ ഷൂ ഭയങ്കര ഹെവിയാണ്. അപ്പോൾ ഐഷയ്ക്ക് നന്നായിട്ട് അവനെടുത്തു. അപ്പോൾ അവനും കരഞ്ഞുകൊണ്ട് വന്നു, കൈ അവിടെ തട്ടിയതും പറഞ്ഞുകൊണ്ട്. അവർ രണ്ടുപേരും കരഞ്ഞുകൊണ്ടാണ് വന്നത്. കണ്ടോ? ഇന്നത്തെ ഐസ് നമ്മുടെ ഐസ് ഇത് കണ്ടില്ലേ, എപ്പോഴും ഐസ് കത്തിയുടെ കണ്ടിന് ഇതുണ്ടോ? കുറച്ച് വെള്ളമാവും എന്താണെങ്കിലും. നമ്മൾ 3 ദിവസമായിട്ടാണ് ഇപ്പം, കാരണം ഇവിടെ തണുപ്പായതുകൊണ്ട് ആ ഐസ് അതുപോലെ തന്നെ കിടപ്പുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ സംഭവം എന്താ ഇതാണ്. ഇതും ഇപ്പോൾ ഇത്തിരി ലിക്വിഡ് ഫോമിലേക്കായി. ഇതാണ് നമ്മുടെ മെയിൻ സംഭവം, പൊറോട്ട. നമ്മുടെ ഇത് ജസ്റ്റ് ആ പാനിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കുമ്പോൾ അത് കഴിക്കാൻ പാകമാവും. അടുത്തതായി ഗ്രീൻ പീസ് കറി. ഇത് ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ്, സവാള കട്ട് ചെയ്ത് പീസാക്കി, ഇതെല്ലാം നമ്മൾ ഈ കൂളറിൽ വെച്ചേക്കുമായിരുന്നു. കഴുകി തരണോ? സോഷ്യയുടെ അസിസ്റ്റൻ്റ് ആയിട്ടോ നമ്മൾ. അരി കഴുകാം, ഒരു പാക്കറ്റിൽ അരി ഒന്ന് കഴുകണം. ഓക്കെ. അരി ഏതിലാണ് ഇരിക്കുന്നത്? വെജിറ്റബിൾസ് ഇതിനാ മുളകോ, വലിയ മുളക്, എല്ലാ സംഭവം ഉണ്ട് കേട്ടോ നമ്മളല്ലേ. ഇത് കടുക്, മറ്റേ മസാല ഐറ്റംസ് കംപ്ലീറ്റ്. ഇത് നമുക്കിനിപ്പോൾ അരി കഴുകാം. ഓരോ നേരം വെക്കാനുള്ള അരി സെപ്പറേറ്റ് ബാഗായിട്ട് വന്നേക്കാറ് ഉള്ളിക്കറി. വെള്ളത്തിന് ഭയങ്കര തണുപ്പായതുകൊണ്ട് കഴുകാൻ ഇത്തിരി പാടാണ്. ഇത് വീട്ടിലുണ്ടാക്കുന്ന പോലെ കേട്ടോ. ഇപ്പം ബീൻസൊക്കെ കട്ട് ചെയ്ത് കൊണ്ടു നിൽക്കുന്നുണ്ട്. ബീൻസൊക്കെ നമുക്കറിഞ്ഞോ? ചോറും കറിയൊക്കെ സെറ്റാക്കുക. ആദ്യം ഈ റൗണ്ട് കഴുകി, ഈ രണ്ടാമത്തെ റൗണ്ട് നമ്മൾ കഴുകാൻ പോകട്ടെ. നമ്മൾ ഇന്നലെ ക്യാമ്പിങ്ങിൻ്റെ സമയത്ത് വിറക് കത്തിക്കാൻ വേണ്ടി ഇത് മേടിച്ചായിരുന്നു കേട്ടോ, ചാർക്കോൾ ലൈറ്റർ. ഇത് എക്കോ ഗ്രീനാണ്. അപ്പോൾ ഇതൊരു പെട്രോള് പോലെ, അതുപോലെ അല്ലെങ്കിൽ മണ്ണെണ്ണയൊക്കെ പോലെ നമുക്ക് ഇത് ചാർക്കോൾ കത്താൻ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒഴിച്ചിട്ട് കത്തിച്ചപ്പോൾ നന്നായിട്ട് പെട്ടെന്ന് കത്ത് പിടിച്ചു. നല്ലൊരു ഐറ്റമായിരുന്നു. നമ്മളിത് ഹോം ഡിപ്പോയിൽ നിന്നാണ് വാങ്ങിയത്. ഇതിപ്പോൾ ഞാൻ വന്നിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാലല്ലോ, യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ സാധനം ഒരു കവറിലേക്ക് ഇട്ടിട്ട് വയ്ക്കണം കേട്ടോ. നമ്മൾ ഇന്നലെ അങ്ങനെ ചെയ്തായിരുന്നു, അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ സാധനം ലീക്കായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കവറിൽ തന്നെ ഇരുന്നു. നമ്മൾ അത് ആ കവറിലിട്ടില്ലായിരുന്നു, എന്തായിരുന്നു അതിന് അവസ്ഥ? ഒരാൾ ഓടി ഒന്ന് വെള്ളം വേട്ടെന്ന് പറഞ്ഞാൽ നിൽക്കണോ. അപ്പം സക്സസ്ഫുൾ. അപ്പം ആദ്യം ദോശയാണ് ഉണ്ടാക്കിയേ. ആ ദോശ, പക്ഷേ ഇത് ശരിയാവണല്ലോ അല്ലേ, ഈ ക്ലൈമറ്റിൻ്റെ ആണെന്നോണം അല്ലേ. അവര് കളിക്കലിന് മുഴുകിയിരിക്കണ്ട. ഐഷ മോനെ വാ, ഫുഡ് കഴിക്കാൻ പാ. എത്ര അപ്പം വേണം? എനിക്ക് 3 ഐഷിക്ക 4 അപ്പം ഇവർക്ക് ഭയങ്കര ഫേവറേറ്റ്. അപ്പം ഒരുപാട് കഴിക്കും. അത് 2 കഴിക്കും ഇപ്പോൾ ഒരാളെ. നമുക്കിനി ഇച്ചിരി പെട്ടെന്ന് കാര്യങ്ങൾ നീക്കണം. കറി ഒരു കുറേശ്ശേ ഉപയോഗിക്കുള്ളൂ. വെജിറ്റബിൾസ് ഒക്കെ ആണെങ്കിൽ ഭയങ്കര മടിയാണ് ഉപയോഗിക്കും. ആ നമുക്ക് നല്ല ചൂടപ്പം കിട്ടും. ഇനി അപ്പം വേണോ? ഐഷ പീസ് ഇടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഐഷ ഇടാന്ന് പറയുന്നത്. ആ പീസും കൂടെ കഴിക്കുമ്പോളൂ കഴിക്കണ്ടോ? ഗ്രേവി വേണോ? ആ പീസ് കഴിക്കട്ടോ. അത് കന്നത്തെ കഴിച്ച് തീർക്കണേ. വെള്ളം തന്നെ ചാറ് പറഞ്ഞേ. നമ്മുടെ കയ്യിൽ ആപ്പിൾ ഉണ്ടായിരുന്നു, പിന്നെ ബനാനയുണ്ട്. ഫ്രൂട്ട്സ് പ്ലേറ്റ് റെഡി. ഈ കള്ളന്മാർ ഫ്രൂട്ട്സ് കഴിക്കില്ലാത്ത കള്ളന്മാരട്ടോ, അതുകൊണ്ട് നിർബന്ധിച്ച് കൊടുക്കേണ്ടി വരും. ഇത് കഴിക്കണം കേട്ടോ നിങ്ങള്. വാട്ടറാ? അപ്പം വേണോ? ഓക്കെ, ദിസ് ഈസ് വാട്ടർ ഫോർ യു. ഫ്രൂട്ട്സ് കഴിക്കണല്ലോ, നല്ല കുട്ടികളാണല്ലോ.
അതെന്ത് പാട്ടത്? I don't know. എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട്? Yummy. ആണോ? Yeah. ഓക്കേ. എന്താ മോനെ? എനിക്ക് ഭയങ്കരമായിട്ട് ചൂടടിച്ചിട്ടുണ്ട്. ചൂടടിക്കണ്ട? ആ വെയിലിനല്ലേ, നല്ലതല്ലേ, തണുപ്പല്ലേ ഇവിടെ. ചൂടെടുക്കണ്ടല്ലേ? നിങ്ങൾ കളിച്ചോണ്ടാവാം. അഭിഷേക് എപ്പോഴും തണുക്കണ്ട, പക്ഷെ എന്നാലും ഓക്കെ ആയി കുറച്ചൊക്കെ. Cold again. വെരി ഗുഡ്. തണുക്കണോ അഭിഷേക്? Yeah. ജാക്കറ്റ് വേണോ? ജാക്കറ്റ് വേണോ? My dad is at the park. ആ ഓക്കെ. പെട്ടെന്ന് കഴിക്കേ. ആ പഴം എടുത്ത് കഴിക്കണം കേട്ടോ. Yeah, after this. ആ ബനാനയും കഴിക്കണം കേട്ടോ. Yeah, after this, I want you to see our parkour. ഓക്കെ. പെട്ടെന്ന് കേട്ടോ, നമുക്ക് 11 മണിക്ക് പോകണം. ഇപ്പോൾ സമയം ഓൾറെഡി 10 മണിയായി. ഇത് എന്ത് റൈസ് അടി? വെജിറ്റബിൾ ഫ്രൈഡ് റൈസാ. ഏലക്ക, പിന്നെ ഇതെന്താ ഇലയത്? എല്ലാ സാധനങ്ങളും നല്ല അടിപൊളി വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്. ഗ്രീൻ ടീ ഇതായിരിക്കുന്നു. ഗൈസ്, അങ്ങനെ നമ്മുടെ ഡിലീഷ്യസ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. യെസ്, താങ്ക് യു റോഷ്നി. പുള്ളിക്കാരി നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല, ഇത്രയും സംഭവങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. പിന്നെ നമ്മളെപ്പോഴും ബെയർ സ്പ്രേ കൈ പിടിച്ചോണ്ട് കേട്ടോ നിൽക്കുന്നത്. നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും, എല്ലാ കരടിയും വന്ന പ്രയോഗിക്കാനായിട്ട്. ആദ്യം ഫ്രൂട്ട്സ് കഴിച്ച് തുടങ്ങിക്കാം. നല്ല ആ തണുപ്പൊക്കെ ഇരിക്കുന്ന നല്ല ഫ്രഷ് ടേസ്റ്റ് ഫ്രൂട്ട്സിനൊക്കെ. ഓ, ആപ്പിള് അടിപൊളിയാണ് കേട്ടോ. നമ്മൾ നാട്ടിൽ നിന്ന് വന്നിട്ട് ഇവിടെ ആപ്പിൾ കഴിക്കുമ്പോൾ നമുക്ക് ഭയങ്കര വ്യത്യാസം ഫീൽ ചെയ്യും. അപ്പം, പൊറോട്ട, ഗ്രീൻ പീസ് കറി, ഗ്രീൻ ടീ, വെള്ളം, ആപ്പിൾ, ബനാന, ഇത്രയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. നേച്ചറിൽ ഇരുന്നിട്ട് ഒരു ഫുഡ് നമ്മുടെ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ. കിളികളുടെയൊക്കെ സൗണ്ട് കേട്ട് പ്യുവർ നേച്ചർ, ഫോറസ്റ്റിൻ്റെ ഇടയ്ക്ക് ഇരുന്നിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ്. റോഷി, ഫുഡ് കിടിലൻ, ഒരു രക്ഷയില്ല കേട്ടോ. സൂപ്പർ ഫുഡാണ് കേട്ടോ ഗൈസ്. അപ്പം പീസ് കറിയും ഒക്കെ ഭയങ്കര കോമ്പിനേഷൻ. ഐഷ അപ്പം തന്നെ കഴിക്കൂട്ടാ. വേറെ എന്തെങ്കിലും സാധനം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഐഷ കഴിക്കൂല. ഇതിപ്പോൾ 5ാമത്തെ അപ്പാണ് ഐഷ കഴിക്കുന്നത്. ഒരു പ്രത്യേകത കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു ക്യാമ്പ് സൈറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് കഴിക്കുന്നൊരു ഏരിയ ആണെങ്കിൽ എന്തോരം പക്ഷികൾ വന്ന് നമ്മുടെ സൈഡിലിരിക്കും. ഇവിടെ നമുക്ക് പക്ഷികളുടെ സൗണ്ട് കേൾക്കാം, പക്ഷേ കാക്കയുടെയും സൗണ്ട് കേട്ടായിരുന്നു ആ ഭാഗത്തുനിന്ന്. പക്ഷേ ഇതൊന്നും ഇങ്ങോട്ട് വരുന്നില്ല, കാരണം ഇവിടെ വരുന്നവരാരും ഇതിന് ഫുഡ് കൊടുക്കില്ല. അപ്പോൾ ഇങ്ങനെ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ട് മൃഗങ്ങൾ വരും. പിന്നെ മൃഗങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരു നേരത്തെ ഫുഡ് കൊടുക്കുന്നതിലല്ല കാര്യം. അവർക്ക് നമുക്ക് മൃഗങ്ങൾക്ക് ഒരു നേരത്തെ ഫുഡ് കൊടുക്കേണ്ടത് നിങ്ങൾ ഒരു പക്ഷേ ഉദ്ദേശിക്കുന്നുണ്ടാകും. പക്ഷേ അങ്ങനെ ഒരു നേരത്തെ ഫുഡ് കഴിച്ചിട്ട് കൊടുത്തിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ വീണ്ടും ഈ മൃഗങ്ങൾ പ്രതീക്ഷിച്ചിരിക്കും. അപ്പോൾ അത് വീണ്ടും വരും. പിന്നെ വേറെ ആളുകൾ വരുമ്പോൾ മൃഗങ്ങൾ ഒരുപാട് അഗ്രസീവായി ചിലപ്പോൾ ആളുകളെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ഒരു പക്ഷികളോ ഒരു മൃഗങ്ങളോ ഒന്നും ഈ ഫുഡ് കഴിക്കാനോ ഇവിടെ വന്ന് വെയിറ്റ് ചെയ്തോ നിൽക്കുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസ് മാറ്റിയിട്ട് പുലാവ് ആക്കും കേട്ടോ. കാരണം ഇനി ഇത് റോസ്റ്റ് ചെയ്യണം അല്ലേ, ഫ്രൈഡ് റൈസ് ആക്കണമെങ്കിൽ. അപ്പോൾ നമുക്ക് സമയം 11 മണിയായി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുലാവിൽ നിർത്തുകയാണ്. അടിപൊളിയുണ്ട് അല്ലേ. എൻ്റെ ഡ്യൂട്ടി പാത്രം കഴുകലായിരുന്നു കേട്ടോ. പാത്രമൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. റോഷനി ഓരോരുത്തർക്കുള്ള ഫുഡ് അലൂമിനിയം ഫോയിലാക്കിയിട്ട് മാറ്റി വയ്ക്കുക കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ജസ്റ്റ് എടുത്ത് അങ്ങ് കഴിച്ചാൽ മതി. എന്താ മോള്? എന്താ 11:30 ആയി സമയം. ഇനി നമുക്കിത് വാപ്പസി ഇത് ബെഡുകളും മടക്കി വയ്ക്കണത്. നമ്മുടെ ബെഡുകൾ മടക്കി വയ്ക്കണം കേട്ടോ. അത് ഇതുപോലെ 3 നമ്മൾ മടക്കി കഴിഞ്ഞു. പെട്ടെന്ന് ഹറിയാവണം കേസ്, നമുക്ക് പോകണം. സമയം 11:30 ആയിട്ടോ. നമ്മുടെ ക്യാമ്പ് ടെൻ്റ് അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അഴിക്കാനും ഒക്കെ ഭയങ്കര ഈസി ആട്ടോ. പെട്ടെന്ന് നമുക്ക് പരിപാടികൾ വെക്കാം. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇത്തിരി ലേറ്റായിപ്പോയി. ക്യാമ്പ് പാക്ഡായി. ഇത് എല്ലാം കഴിയുമ്പോൾ നമ്മൾ വേർത്ത് തുടങ്ങി കേട്ടോ. കോട്ടൊക്കെ അഴിക്കേണ്ട അവസ്ഥയായി. 12 മണിയായിട്ടോ. നമ്മുടെ വേസ്റ്റൊക്കെ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ അകത്ത് കളഞ്ഞു.
നല്ല രസമായിട്ട് ഇവിടെയൊക്കെ കാണുമ്പോൾ. പക്ഷെ ഇന്നലെ രാത്രി നമ്മൾ വല്ലാത്തൊരു അടങ്ങേറായിപ്പോയി. എന്താ പറയുക, നമുക്ക് ഈ ക്യാമ്പിങ്ങിൽ മനസ്സിലായത് തണുപ്പത്ത് നമ്മുടെ ആ ഒരു ഇതൊന്നും പോരാട്ടോ. ഒരു 6 ഡിഗ്രി തണുപ്പിനൊന്നും കാറ്റ് ഭയങ്കര പ്രശ്നമായിരിക്കും. അപ്പോൾ കാറ്റിന് ഇവിടുത്തെ കാറ്റുകൊണ്ട് ടെൻറ്റിന് പ്രശ്നം ഉണ്ടായില്ല. ഈ കാറ്റടിക്കുമ്പോൾ ഈ മരങ്ങൾ കണ്ടല്ലോ, നമ്മൾ രാത്രി അകത്തെടുക്കുമ്പോൾ ആരോ പുറത്ത് വന്നിട്ട് ഇങ്ങനെ അടിക്കണ പോലെ തോന്നും. ഈ മരങ്ങൾ കൂട്ടിമുട്ടിയിട്ട് ഭയങ്കര സൗണ്ടാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം പുറത്ത് വന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഈ മരങ്ങൾ ഇങ്ങനെ അടിക്കുമ്പോൾ കട്ടക്കട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര സൗണ്ടാണ്. അപ്പം അത് നമുക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും കിടക്കാൻ നേരത്ത്. പ്രത്യേകിച്ച് ഭയങ്കര കൂരിട്ടല്ലേ രാത്രി ആ സമയത്ത്. കിടന്നതിന് ശേഷമാണ് അത് കേട്ടോ, അതുവരെ അത് കേട്ടില്ല. അല്ലെങ്കിൽ നമുക്കത് എന്താണെന്ന് മനസ്സിലായില്ല. അപ്പോൾ പുറത്തൊക്കെ ഇറങ്ങി നോക്കിയപ്പോൾ സേഫാണ്. പിന്നെ കുറേ നേരം വെയിറ്റ് ചെയ്തപ്പോഴാണ് ഈ മരങ്ങൾ ഇങ്ങനെ കൂട്ടിക്കൊണ്ട സൗണ്ട് ഇട്ടെ. ശക്തമായ കാറ്റില്ല, ചെറിയ കാറ്റുള്ളൂ. പക്ഷേ ആ കാറ്റിന് ഭയങ്കര ഈ മരങ്ങൾ ഒലയണ ആ സൗണ്ടൊക്കെ കേട്ടാൽ നമുക്കൊരിത്തിരി പേടി തോന്നും. അതുപോലത്തെ ഒരു സൗണ്ടൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ കുറച്ച് പ്രാവശ്യം അങ്ങനെ ക്യാമ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു യൂസ്ഡ് ആവുമായിരിക്കും. പക്ഷേ എന്നാലും നമുക്ക് ഇതിവിടെ ഇത്ര റിസ്ക് എടുത്ത് നമ്മളിവിടെ കിടന്നിട്ട് ഇപ്പോൾ ശരിക്കും പകലായി കഴിഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. ഇപ്പോൾ അതേ ഒരു ഫാമിലി അവിടെ നിന്ന് വന്നത്, അവിടെ മറ്റേ പെറ്റ്സിനെയൊക്കെ കളിപ്പിക്കുന്ന ഏരിയ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം കുട്ടികളവിടെ കളിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അവരെ വിളിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അവരെ കുട്ടികളെ വിളിച്ചുകൊണ്ടിരിക്കുക. റോഷിനി, ലെറ്റ്സ് ഗോ. ആരാ ഇവിടുന്ന് ആദ്യം വണ്ടിയുടെ അടുത്ത് ഫസ്റ്റ് എത്തണ ആരോ നോക്കാം. ഇവരെ കൊണ്ടാ വേറെ വഴിയില്ല. ആരാണ്? ഓക്കെ, രണ്ടുപേരും ഫസ്റ്റ് എത്തി. ഗുഡ്. ഇതടക്കട്ടെ. നമ്മളിപ്പോൾ ഇന്ന് പാക്ക് ചെയ്തപ്പോൾ എല്ലാം ഇത്തിരി കൂടുതലായിട്ടുണ്ട്. പിന്നെ ഇന്നലെ കുറച്ച് നമ്മൾ മേടിച്ചായിരുന്നല്ലോ, അതിൻ്റെയൊക്കെ ഉണ്ടാവുമായിരിക്കും. യെസ്, നമ്മുടെ ക്യാമ്പ് ഗ്രൗണ്ട് കാലിയായി. ഇനി നമുക്ക് പോവാം ഗൈസ്, പോവാം. റോഷൻ റെഡി അല്ലേ? ഇനി നമ്മുടെ കരടി സ്പ്രേ കയ്യിൽ നിന്ന് മാറ്റാം. ഇത്ര നേരം നമ്മുടെ കയ്യിലുണ്ടായിരുന്നത്. ഒരാൾ ബീച്ചിൽ പോകണമെന്ന് പറയണേ കേട്ടോ. ബീച്ചിൽ കണ്ടാൽ പോരാ, അതിൻ്റെ ഉള്ളിൽ പോകണമെന്ന് പറയണേ. ആ റോഡിൽ കൂടി പോയാൽ നമുക്ക് ബോയ് സ്കൗട്ട് ട്രീ ഗ്രോവ്, ടൈറ്റൻ, സ്റ്റൗട്ട് ഗ്രോവ് മെയിൻ അവിടെ പോകാം. അപ്പോൾ നമ്മുടെ ക്യാമ്പിംഗ് ഗ്രൗണ്ടിൽ നിന്ന് നമ്മൾ ഇവിടെ പറയുകയാണ്. കുറച്ച് ഹൊറബിളായിരുന്നു രാത്രിയെങ്കിലും പകല് ഔട്ട്സ്റ്റാൻഡിങ് ആയിരുന്നു. നമുക്ക് പരിചയമുണ്ട്, ഒരു പക്ഷേ ഇനിയും വരാം. ഇന്നലെ നമ്മളിത്തിരി ഇനി വരണ്ടെന്നൊക്കെ വിചാരിച്ചായിരുന്നു. എന്തായാലും ഒരു ഹാപ്പി ആയിരുന്നു. പകലായപ്പോൾ വളരെ ഹാപ്പി ആയിരുന്നു. എല്ലാവരും എൻജോയ് ചെയ്തോ ഇവിടെ? എൻജോയ് ചെയ്തോ? നമ്മൾ അവരുടെ അടുത്ത് 12:30 ആയെങ്കിലും അവർ ചെക്കൗട്ട് ചെയ്തു. പൈസ ഒന്നും വാങ്ങിയില്ല. പിന്നെ നമുക്ക് അവരുടെ അടുത്ത് നമ്മൾ പറഞ്ഞു, ഇവിടെ ഫാമിലിയായിട്ട് വന്ന് താമസിക്കുമ്പോൾ നിങ്ങൾ ഒരു ലൈറ്റെങ്കിലും അവിടെ ഇടുവാണെങ്കിൽ നല്ലതെന്ന് പറയാം. അപ്പോൾ അതൊരു പോസിറ്റീവായിട്ട് എടുത്ത് അത് നോട്ടൊക്കെ ചെയ്ത് വെച്ചു. അപ്പോൾ അവർ ചേഞ്ച് വരുമെന്ന് വിചാരിക്കും. അതല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞാൽ റേറ്റിംഗ് ഒക്കെ ഇച്ചിരി കുറച്ച് കൊടുക്കണമെന്ന് ഇന്നലെ രാത്രി വിചാരിച്ചായിരുന്നു. പകലായിപ്പോൾ നമുക്ക് തോന്നുന്നില്ല. ഓക്കെ, എന്തായാലും നമുക്ക് പോവാം. ബൈ ബൈ KOA ക്രസന്റ് സിറ്റി.